ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഉഷാറില്ല കേട്ടോ, ഒരു മൂടിക്കെട്ടിയ പോലെയാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മളെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനും മിന്നും ഉമ്മയും ഞങ്ങൾ മാത്രമാണ് കേട്ടുള്ളത്. അപ്പോൾ വലിയ തിരക്കോ ഒച്ചപ്പാടോ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. നമുക്ക് ഇങ്ങനെ ഗുളിക ഒക്കെ കുടിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കട്ടോ. രാവിലത്തെ ഇത് ഞാനും മിന്നു ഒറ്റക്കാണ്, കുട്ടികൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ അതട്ടോ, ഇതാണ് മിന്നുവിന് ഏറ്റവും ഫേവറേറ്റ് ഐറ്റം. അപ്പോൾ ഇതാണ് ആക്കിട്ടോ. അപ്പോൾ ഇനി കൊണ്ടാട്ടെ ഇത് കഴിക്കുക എന്നുള്ളതാണ്. എനിക്ക് വലിയൊരു ഇതുണ്ടോ ചോദിച്ചാൽ കഴിക്കും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇതട്ടോ മിന്നു കേട്ടോ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഓളുണ്ടാക്കും. ഇത് കിട്ടിയ ഓളുണ്ടാക്കും കേട്ടോ. ഇതിങ്ങനെ ചുറ്റി പണിഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താ ഇങ്ങനെ കിട്ടും കേട്ടോ. മറ്റേത് കിട്ടാൻ പ്രയാസമല്ലേ. ആദ്യം മിന്നുവിന് അറിഞ്ഞിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാന്നുള്ളത്. പിന്നെ ഞാനൊക്കെ പറഞ്ഞു കൊടുത്തു ഇതിങ്ങനെയാണ് എടുക്കൽ എന്നുള്ളത്. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് കേട്ടോ. അവളെ പ്ലേറ്റ് കൊണ്ട് ഓള് വരുന്നുണ്ട് കേട്ടോ. അവളെ പ്ലേറ്റിൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവില്ലേ. ആ 2 പാക്കറ്റ് കൊടുത്തിട്ട് ഞാൻ ഇതെല്ലാം എടുത്തേ. അപ്പം ഞങ്ങളെ രാവിലത്തെ ഇത് കഴിക്കട്ടെ. അമ്മയുടെ തീ ഓടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ അറിയില്ല, ക്ഷീണം കൂടുതലുണ്ട്, അതുപോലെ കൈയൊക്കെ വേദന ഉണ്ട് കേട്ടോ. എന്തൊക്കെയാവും ഇപ്രാവശ്യം ഇങ്ങനെ വയ്യായികളാണ് കേട്ടോ. സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലാട്ടോ ഞാൻ ഉച്ചക്കത്തിൽ നെഞ്ച് കഴിക്കാനായിട്ട് വന്നിരുന്നിരിക്കുന്നത്. അതെന്താ ചോദിച്ചാൽ വിശപ്പില്ല കേട്ടോ ഗേസ്. പൊതുവേ ഈ മെഡിസിനൊക്കെ എടുക്കണോണ്ട് തന്നെ എന്തോ അറിയില്ല കേട്ടോ, തീരെ വിശപ്പില്ല. ഫുഡൊക്കെ ഇപ്പം രാവിലെ ആ നൂഡിൽസ് കുറച്ച് കഴിച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞാൽ മാത്രമല്ലോ ഈ ഇതൊക്കെ ഗുളികയൊക്കെ കഴിക്കണോണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണാട്ടോ. എങ്ങനെ വെച്ചാൽ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കണം തോന്നും, കൈയും കാലും വരക്കുക, അങ്ങനെയുള്ള ഇതുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാനുള്ളത് എടുത്തു കേട്ടോ. ഒന്നും വേണ്ട. ഇപ്പം സമയം ഏകദേശം 3:45 കേട്ടോ. അപ്പോഴാണ് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കണത്. ഈ ഒരു ഇതിൽ വെളിച്ചെണ്ണ കേട്ടോ. അപ്പം ഞാനിത് തൂമിക്കാൻ എന്തിനേലൊക്കെ ഇതിങ്ങനെ ഒലിക്ക് മുട്ട ഒരുക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡൂഡ് കറിയിട്ടോ. അതുപോലെ ചോറിൽ ഒഴിക്കണ എണ്ണയാണ് എടുക്കണ്ട അമ്മ ചീത്ത പറയുന്നറിയിട്ടോ. അപ്പോൾ ഞാൻ കറിയുണ്ട്, മോര് കറിയുണ്ട്, ഉപ്പേരിയുണ്ട്, ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്നും വേണ്ട. അപ്പോൾ എന്താ ഇനി കഴിച്ചിട്ടില്ലേ ചിലപ്പോൾ അത് നമുക്ക് എന്നാൽ തന്നെ ഗ്യാസിൻ്റെ ഇതുണ്ട് കേട്ടോ. ഗുളിക കൊടുക്കുന്നതുകൊണ്ട് വലിയൊരു ഇതില്ല. അല്ലെങ്കിൽ നമുക്ക് വയറ് എന്തൊക്കെയൊരു അസ്വസ്ഥത ഉണ്ടാവും, നെഞ്ഞിൻ്റെ അവിടെ ഒരു പൊറുതിയുടെ ഉണ്ടാവും, അതിനൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ഒഴിച്ചിട്ട് കുറച്ച് ചോറേറ്റ് ചെയ്തിട്ടോ. ഈ ഉപ്പേരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൈപ്പത്ത് എടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇന്നാണ് കേട്ടോ വന്നിട്ട് ഇപ്പോൾ 1 മാസമായിട്ട് ഇന്നാണ് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഡ്രസ്സിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗുളിക കുടിക്കണോണ്ട് തന്നെ കുറച്ച് ഞാൻ തൂക്കി നോക്കി വെയിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ചുരിദാറൊക്കെ പാകാനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഗുളിക കഴിക്കണോണ്ടെന്നല്ല, മറ്റേത് നമ്മൾ സ്കൂൾ പോകുമ്പോഴുള്ള ഇതും അതിനൊക്കെ ആകുമ്പോൾ വെയിറ്റ് കുറയാനുള്ള സാധ്യതകളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വെയിറ്റ് കൂടാനുള്ളതാണ്. ആയിക്കോട്ടെ, ഗുളിക കുടിച്ച് കഴിഞ്ഞാലും വെറുതെ ഇരുന്നാലും ഞാൻ വെറുതെ തടിക്കൂട്ടോ, തിന്നൊന്നും വേണ്ട. അപ്പം നേരത്രേ ആയിട്ട് ഇപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വരുന്നത്. നേരം തെറ്റി കഴിച്ചാൽ തന്നെ നമുക്ക് പറ്റൂല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും എളുപ്പത്തൊന്ന് കഴിക്കട്ടെ. പിന്നെ എന്താ പറയുക, കുട്ടികളൊന്നും ഇല്ലെങ്കിൽ അമ്മക്കും തന്നെ ഫുഡ് കഴിക്കാൻ തോന്നില്ല കേട്ടോ. മറ്റേത് ആ സമയത്ത് ഓല് വന്ന് ചോദിക്കുമ്പോൾ ഓരോ കൂട്ടത്തിൽ അങ്ങനെ കഴിച്ചു പോകും കേട്ടോ. ഓക്കെ, ഫുഡ് കഴിക്കാൻ നിന്ന സമയത്ത് ഇത് അലക്കാനുള്ളത് മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വെട്ടം കണ്ടപ്പോൾ പിന്നെ അത് അങ്ങനെ പുറത്ത് ഉണങ്ങാനായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ തലേ ദിവസത്തും കൂടെ ഉണ്ട് കേട്ടോ. ഒരുമിച്ചാവുമ്പോൾ അങ്ങനെ ഇടലാണ് കേട്ടോ. ഒരൊറ്റ അലക്കലിനുള്ള ഡ്രസ്സുകളാവുമ്പോൾ
അപ്പോൾ കുട്ടികളുടെയാണ് കേട്ടോ കൂടുതലുണ്ടാവില്ല നമുക്ക് ഒരു അപ്പോഴും ആയിട്ട് അങ്ങനെ കഴിച്ചിട്ട് കൂട്ടാനുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വലിയ പണികളൊന്നുമില്ല കേട്ടോ. ഒറ്റക്കാവണോണ്ട് തന്നെ നമുക്കൊരു ബോറാട്ടോ. ഡൂഡു ഉണ്ടെങ്കിൽ അങ്ങനെ ഓൻ്റെ പിന്നാലെ നടക്കട്ടോ. ഇത് ഓനും കൂടെ ഇല്ലെങ്കിൽ മറ്റുള്ളൊക്കെ സ്കൂൾക്ക് പോയാൽ ഓനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടൈം പാസ് ഓൻ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇത് തോരിട്ട് കഴിഞ്ഞതിന് പിന്നെ ശേഷം ഉമ്മാക്ക് നോമ്പാണ് കേട്ടോ. അപ്പോൾ നോമ്പിന് തുറക്കുമ്പോഴത്തേക്ക് ഉമ്മാക്കുള്ള ജ്യൂസ് ആക്കണം കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, ഇന്ന് ജ്യൂസും ഒരു ഉപ്പുമാവുമാണ് ആക്കണത്. അപ്പോൾ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉമ്മാക്കുള്ള ജ്യൂസ് അടിച്ച് വെക്കണം. അങ്ങനെ ചെറിയ ചെറിയ പണികളുണ്ട് കേട്ടോ. ഇത് അടിച്ചു മിന്നു കുറേ സമയമായിട്ട് എന്നോട് ഇങ്ങനെ പറയണു അടിച്ചു വെക്കുക എന്ന് പറയാൻ തണുക്കാൻ വേണ്ടിയിട്ടല്ലേ, അവൾക്ക് ആദ്യം കുടിക്കാൻ വേണ്ടിയിട്ടാ. വെക്കേഷൻ ആയപ്പോൾ ആൾക്ക് നല്ല വിശപ്പാണ് കേട്ടോ. തീറ്റ എന്ന് പറയാപ്പോൾ ഞങ്ങളിങ്ങനെ പറയും അവളോട് തടി കൂടിക്കണു, എൻ്റെ ജോലയിനൊന്നും കാണാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അത് കേൾക്കണോക്ക് ഭയങ്കര ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടോ. അത് ഞാൻ മിക്സ് ആക്കിയിട്ടൊന്നുമില്ല, കുടിക്കണ നേരത്താണ് മിക്സ് ആക്കിയത് കേട്ടോ. അത് ഇവിടെ ആകുമ്പോൾ ഇതാ അങ്ങനെയാണ് കേട്ടോ, നമ്മളെ വീഡിയോ അവിടെ ഒന്നും ഇല്ലാതെ ആണ് സ്റ്റോപ്പ് ആക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇത്രയേ ഉള്ളൂ കേട്ടോ.